ജീപ്പ് എവിടെ? ജീപ്പ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സാറിന് അളിയനെ എടുത്തുകൊണ്ട് പോയി. ഡിപ്പാർട്ട്മെന്റ് വക ജീപ്പ് താൻ കൈമാറാൻ പാടുണ്ടോ? വേറെ ആരും അല്ലല്ലോ, സാറിന് അളിയനല്ലേ. ചോദിച്ചാ പറ്റില്ല എന്ന് എങ്ങനെയാ പറയാ? അവനൊന്ന് ഓടിച്ചു നോക്കിന്ന് വെച്ച് നിങ്ങളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇടിഞ്ഞു വീഴൊന്നുമില്ല. ഓ. എന്റെ അനന്തേട്ടാ, ഇതെങ്ങനെ നിങ്ങൾ കൊണ്ടുനടക്കണം? എന്ത് പിക്കപ്പ് പോരാ, അലൈൻമെന്റ് ശരിയല്ല. പിന്നെ ഓടിക്കുമ്പോ വലത്തോട്ടൊരു വലിവുണ്ട്. ബ്രേക്കും കമ്മിയാ? കമ്മിയല്ല, ബ്രേക്ക് ഇല്ല. അളിയോ, ദാ അവിടെ ചവിട്ടി കഴിഞ്ഞാ ആ പറമ്പിൽ പോയി നിൽക്കും. വിളിച്ചിട്ട് താനെന്താ തിരിഞ്ഞു നോക്കാതെ പോയി കളഞ്ഞ? എന്നെ വിളിച്ചിരുന്ന ആ കുരിശുപള്ളിയുടെ മുമ്പിൽ വെച്ച് റിവേഴ്സ് എടുത്തപ്പോ പുറയിൽ എന്റെ ആട്ടുള്ളതാ കണ്ടില്ലേ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ ഇപ്പൊ ശ്രദ്ധിച്ചോ? ഇതാ കണ്ടോ, മുൻഭാഗം മുഴുവൻ തകർന്നിരിക്കുക. ഇത് നേരെയാക്കി മാന്യമായ നഷ്ടപരിഹാരം തന്നില്ലെങ്കിൽ തന്നെ ഞാൻ വിടൂല. ഞാൻ പറഞ്ഞില്ല അളിയ, ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനില്ല. ഹൈ അനന്തേട്ടാ, ഓ, ഇവിടെ പൊട്ടിണ്ടല്ലോ. വാ പറയാം. സർക്കാരിന്റെ മുതലാ അത്. കാണുന്നവർക്കൊക്കെ പന്ത് കെട്ടി കളിക്കാനുള്ളതല്ല. കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ അബദ്ധം പറ്റാൻ. മനുഷ്യന് മനസ്സമാധാനമാണ് വലുത്. ദേവി ഇത് സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം. സാർ സാർ, എന്റെ പേര് തങ്കച്ചൻ. ഞാൻ ഈ ഡാമിന്റെ വാച്ച്മാനാ. ആ വളവിന്റെ അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം. എന്റെ ഭാര്യയുടെ പേര് ശോശാമ്മ. സാർ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അതെന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാലോ. സോറി തങ്കച്ച, ഞാൻ വേറെന്തോ ഓർത്തുപോയി. വിട്ടുകളാ. വിട്ടുകള തങ്കച്ച, സാർ വേറെന്തോ ഓർത്ത് പറഞ്ഞു പോയതാ. സോറി. അനന്താ, ഓ, വണ്ടി എടുക്കണോ? രശ്മി, 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 ഈ കുട്ടി ഇതെവിടെ പോയി? ആ വാ, നെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് പഠിക്കാനുണ്ട്. ആ 2 റൗണ്ട് കളിച്ചിട്ടൊക്കെ മതി കുട്ടി. വ്യായാമത്തിലെ ശരീരത്തിന്റെ സൗന്ദര്യം ഇരിക്കുന്നത്. എനിക്ക് പഠിക്കണമെന്ന്. അതൊക്കെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വന്നേ. വന്നേന്ന് വേണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. എന്റെ അടുത്ത് നമ്പർ ഒന്നും ഇറക്കണ്ട, ഞാൻ ആ ടൈപ്പ് അല്ല. ഇത് ഏത് ടൈപ്പ്? ഹായ് അങ്കിൾ. ഹായ്. Shall we play? Oh, sure. Sure. Come on. എന്താണോ ഇത്? കണ്ടിട്ട് ഷട്ടിൽ കളിയാണെന്നാ തോന്നുന്നത്. ഹായ് അളിയ. ഗുഡ് ഈവനിങ് എഞ്ചിനീയർ സാർ. ഗുഡ് ഈവനിങ്. സാർ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? വഴി വെച്ച് കാണുമ്പോൾ ഒരു ഹലോ പറയുന്നല്ലാതെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്നിരുന്നില്ല. ഇവനുണ്ടല്ലോ സാറിന്റെ ഈ മിടുക്കം ബ്രദറിനല്ലോ, സെക്കൻഡ് കൊണ്ടാ ഞങ്ങളെയൊക്കെ കയ്യിലെടുത്തത്. അളിയൻ പെട്ടെന്ന് ഡ്രസ് മാറുക, നമുക്കൊരു ഗെയിം കളിക്കാം. അളിയൻ വന്നു കഴിഞ്ഞാൽ ഞാനും അളിയനും ഒരു ടീം. നോ മിസ്റ്റർ വിനോദ് എന്റെ ടീമിൽ തന്നെ വേണം. എന്നാ പിന്നെ അളിയൻ എന്റെ ടീമിൽ കളിക്കട്ടെ. ഓക്കെ, അനന്തട്ടൻ കളിക്കാനുണ്ടോ? ഓ, ഞാൻ റെഡി. ഇപ്പോഴാ ഈ വീട്ടിലൊരു ഒച്ച അനക്കം ഉണ്ടായത്. എപ്പോ തുടങ്ങിയതാണെന്നോ? ഇതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നല്ലേ. ഏത്? അവൻ ഇവിടെ വന്നാൽ നമ്മുടെ പ്രൈവസി ഒക്കെ പോവും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ. ഓ, ഇതെന്താ പ്ലേ ഗ്രൗണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എല്ലാം കൂടെ വലിച്ചു കൂട്ടി കത്തിക്കും ഞാൻ. എന്താ ഷാജിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ മിണ്ടരുത്. ഈ കളിയും കോപ്പും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. എല്ലാരും പോയിട്ട് എന്നെ വിളിച്ചാ മതി. ചേച്ചിക്ക് എന്തെങ്കിലും എഴുതാനുണ്ടോ? അച്ഛനുള്ള കത്താ. നീ എന്താ എഴുതിയെന്ന് വായിക്ക്. പ്രിയപ്പെട്ട അച്ഛന്, എനിക്കിവിടം വല്ലാതെ ഇഷ്ടയച്ചാ. ഇനി അടുത്തൊന്നും ഞാൻ നാട്ടിലേക്കില്ല. അളിയനും ചേച്ചിക്കും ഞാൻ വന്നത് വലിയ ആശ്വാസമായതുപോലെയാ. രശ്മി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഒരു കൂട്ടായി. അച്ഛൻ പറഞ്ഞതുപോലെ അറിവിൻ്റെ ഒരു മഹാസാഗരമാണ് അളിയൻ. അളിയൻ്റെ ഓരോ ചലനങ്ങളും ഞാൻ നോക്കി പഠിക്കാൻ പോവുകയാണ്. എല്ലാത്തിലും ഉപരി എനിക്കിവിടെ സ്നേഹം കിട്ടുന്നുണ്ടച്ചാ. ചേച്ചിയുടെ സ്നേഹം, അളിയൻ്റെ സ്നേഹം, രശ്മിയുടെ സ്നേഹം, അയൽവക്കക്കാരുടെ സ്നേഹം. എനിക്കത് മതി, അത് മാത്രം മതി. അല്ല, അളിയൻ്റെ കണ്ണെന്തിനാ നിറഞ്ഞത്? നീ എന്നും ഇനി ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തപ്പം സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ.
അതുകൊണ്ട് ഞാൻ അച്ഛൻ എഴുതട്ടളിയാ. ഏ? അത് ശരി. മോനെ ഞാൻ പിടിത്താൻ പറ്റേക്കണേ, രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. എന്താ ഇവിടെ? വിട്ട്, വിട്ട്, തങ്കച്ച, വിട്ട്. ബോംബ് വെക്കാൻ ആരാ ഇതിനെ പറഞ്ഞത്? പോലീസിനെ വിളിക്ക്. ഏ, നീ എന്താ ഇവിടെ? അളിയൻ അറിയാതെ അളിയന്റെ ജീവിതം നോക്കി പഠിക്കായിരുന്നു ഞാൻ. എന്തോന്ന്? ആളുകളോട് അളിയൻ എങ്ങനെ പെരുമാറുന്നു, ഏറ്റെടുത്ത ജോലി എങ്ങനെ ഉത്തരവാദിത്തോടെ തീർക്കാന്നൊക്കെ പഠിക്കായിരുന്നു ഞാൻ. സാറിന്റെ അളിയനാ? അങ്ങനെ സംഭവിച്ചു പോയി തങ്കച്ച. എന്താ 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 തങ്കച്ച, എന്താ സാറേ? തനിക്ക് എന്താ ഇവിടെ കാര്യം? മരപ്പട്ടി കരുതുന്നത് പോലെ ഒരു കരച്ചിൽ കേട്ടു. അത് സാറിന്റെ അളിയനാ. പട്ടിയായാലും പൂച്ചയായാലും ഡ്രൈവർക്ക് എന്താ ഡാമിൽ കാര്യം? പോയി വണ്ടി ഇറക്കണം. ഓ, വല്ലതും പറ്റുമെന്ന് നോക്കാനാ. പോടോ. പണ്ട് കുറച്ച് കളരി പഠിച്ചത് പുലുവാലായി. ഞാൻ ആരെ തൊട്ടാലും മർമ്മത്ത. പിടുത്തം വിടുന്നതിന് മുമ്പ് അളിയൻ വന്നത് നന്നായി. എന്തേ? ഞാൻ പഠിച്ചത് കരാട്ടയാ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ കളരി പഠിച്ചിട്ടില്ല. ആ. നീ കരാട്ടയും പഠിച്ചിട്ടില്ല. അതാ വെള്ളം നല്ലോണം തിളച്ചാ കേട്ടോ, പൊള്ളിക്കണ്ട. ദേ, ഈ തുണി മുക്കി ഒന്ന് പിഴിഞ്ഞതാ എന്റെ ശോശാമ്മേ. പിഴിച്ചിലും കിഴിപിടിക്കലും ഒക്കെ തന്നെ താനങ്ങ് ചെയ്താ മതി. ആ വക്കീലിന്റെ വണ്ടി ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കേണ്ടതാ. ആളിന്ന് ചെറിയൊരു മൂടൗട്ടില്ല. എനിക്ക് തോന്നുന്നു ചേട്ടത്തി തന്നെയാണ് മെക്കാനിക്ക്. മെയിൻ മെക്കാനിക്ക് ഇവളാ. ഇവളുടെ അപ്പനായിട്ട് തുടങ്ങിയതാ ഈ വർക്ക്ഷോപ്പ്. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ടേ ഇവൾക്ക് പണിയറിയാം. എനിക്ക് ഈ കുന്ത ഓടിക്കാനും അറിയില്ല, നന്നാക്കാനും അറിയില്ല. എന്റെ ചൂടുണ്ടാ? ശോശാമ്മ ചേട്ടത്തി ഒന്ന് നോക്കി, ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു മിസ്സിങ് ഓഫായ പിന്നെ സ്റ്റാർട്ട് ആവാൻ ഒരു ബുദ്ധിമുട്ട്. അതാ ബാറ്റയുടെ കുഴപ്പമായിരിക്കും. നീയേ ആ ബോണറ്റും തുറന്നേ. ഓ, നിനക്കിതൊന്ന് മാറ്റാറായില്ലയോ സണ്ണി? ആ എങ്ങോട്ടാ രണ്ടാളും കൂടെ? സണ്ണിച്ചായന്റെ അനിയത്തിന്റെ വീട് വരെ ഒന്ന് പോയതാ. അവള് മസ്കറ്റിന്ന് വന്നിട്ടുണ്ട്. ആര്, ഷൈനിയോ? അല്ല, താഴെയുള്ളവള് ആൻസി. ഓ, എന്റെ സിസിലിയുടെ കൂടെ പഠിച്ചിരുന്നോളൂ. ആ അത് തന്നെ. അവള് ചോദിക്കുകയും ചെയ്തു സിസിലി പിന്നെ നാട്ടിൽ വന്നിരുന്നോന്ന്. നാട്ടിലേക്കോ? അവളോ? ചാണകത്തിൽ ചൂല് മുക്കി അടിച്ച് ഞാൻ പുറത്താക്കുമെന്ന് അവക്കറിയാം. ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. ആ ചേട്ടത്തി ഒന്ന് വേഗം നോക്കുന്നു. ആരാ ചേട്ടാ ഈ സിസിലി? ഞങ്ങളുടെ മോളാ. നഴ്സിംഗ് പഠിക്കാൻ ഗുജറാത്തിലേക്ക് പോയതാ. അവിടത്തുകാരൻ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചു. ഇപ്പൊ